എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രൈവറ്റ് വാട്ടർഫോളാണ്. ബീർഫാൾ റിസോർട്ട് അമ്പനോളി. അവിടെയുള്ള അവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർഫാൾ അമ്പനോളി വാട്ടർഫാൾ. ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിൽ കോടാലിയിൽ ചെന്ന് അവിടെ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ ചിമ്മിനി ഡാമിൽ നിന്നെല്ലാം വരുമ്പോൾ ചൊക്കനയിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ വരന്തരപ്പള്ളിയിൽ നിന്ന്, പാലപ്പള്ളിയിൽ നിന്ന് എല്ലാം ഇവിടെ എത്തിച്ചേരാമെന്നാണ്. മുപ്ലി എസ്റ്റേറ്റ് വഴി അങ്ങോട്ട് എത്താവുന്നതാണ്. വളരെ മനോഹരമായ ഒരു വാട്ടർഫാളാണത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ 4 കോട്ടേജസ് ഉണ്ട്, വളരെ മനോഹരമായ കോട്ടേജസ്. അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസും ഉണ്ട്. ഈ കോട്ടേജിൻ്റെയും ഇവിടുത്തെ ലൊക്കേഷനും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണുന്നതാണ് കോട്ടേജസ്. വളരെ സൈലൻ്റായ ഒരു ഏരിയയാണിത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ബാച്ചിലേഴ്സിനും എല്ലാം ഗെറ്റ് ടുഗദറിനും അതുപോലെ തന്നെ പാർട്ടി നടത്തുന്നതിനെല്ലാം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. രണ്ടുപേരാണ് ഒരു കോട്ടേജിന് താമസിക്കാവുന്നത്. അതുപോലെ 4 കോട്ടേജ് അഡീഷണൽ ആയിട്ട് ആൾക്കാർക്ക് ഗ്രൂപ്പായിട്ട് ആണെങ്കിലും സൗകര്യമുണ്ട്. ഇതിനകത്താണ് അമ്പനോളി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഈ റബ്ബർ എസ്റ്റേറ്റ് പ്ലാന്റേഷനിൽ നിന്ന് മുകളിൽ 3 ചെറിയ അരുവികളായിട്ട് ചേർന്ന് ഒരുമിച്ച് സംഗമിച്ചിട്ട് ഇവിടെ വന്ന് ചാടുന്നതാണ് അമ്പനോളി വാട്ടർഫാള്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസാണിത്. മാൻമെയ്ഡ് വാട്ടർഫാൾസ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഈ കാണുന്ന പോലെ ഈ പാറയിൽ സ്റ്റെപ്പെല്ലാം ഒന്ന് കൊത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ വെള്ളം ചാടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ഈ ഏരിയയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ കെട്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു ആൾക്ക് ഒരു അരയ്ക്കൊപ്പം ഏതാണ്ട് ഒരു 2-3 അടി ആണ് മാക്സിമം വെള്ളമുള്ളതിനകത്ത്. ഇതിനകത്ത് നീന്തി തുടിച്ച് കളിക്കാനും എൻജോയ് ചെയ്യാനും എല്ലാം പറ്റുന്നതാണ്. കുട്ടികൾക്കും വളരെ സേഫായിട്ട് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാവുന്നതാണ്. ഈ ചെറിയ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം പുറമേക്ക് ഒഴുകുന്ന ഇങ്ങനെ ഒരു തോട് വഴിയാണ്. ചെറിയ കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണെങ്കിൽ ഈ തോട്ടിലും ഇറങ്ങി കളിക്കാവുന്നതാണ്. മിക്കവാറും ഏതാണ്ട് ഒരു 8 മാസത്തോളം ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവും. വേനൽ അവധിക്ക് മാത്രമാണ് അല്പം ഇവിടെ വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും ഇങ്ങനെ വെള്ളം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പലർക്കും ഇങ്ങനെ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾ ഉള്ളതായിട്ടുള്ള അറിയില്ല. തന്നെയല്ല, ചിലർക്ക് എല്ലാം അവിടെ ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പ്രൈവറ്റ് വാട്ടർഫാൾ അല്ല എന്ന് കരുതി ആ റിസോർട്ടിന്റെ ഗേറ്റ് കടന്നകത്ത് കടന്നാൽ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടിന്റെ
കോണ്ടാക്ട് നമ്പറെല്ലാം ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡിലെല്ലാം ഇവിടെ വളരെ തിരക്കാണ്. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ റൂംസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇട ദിവസങ്ങളിൽ അത്ര തിരക്കില്ലെങ്കിലും എല്ലാ വീക്കെൻഡും ഇവിടെ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്. വളരെ മനോഹരമായ ഈ വാട്ടർഫാൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാല് ചുറ്റും റബ്ബർ എസ്റ്റേറ്റിനാൽ ചുറ്റപ്പെട്ട് കിടക്കിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിനകത്തേക്ക് ആനശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക്കിന്റെ ഫെൻസിങ്ങും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആന ഇറങ്ങുമെന്നുള്ളൊരു ഭയവും ആവശ്യമില്ല. ഇവിടെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭക്ഷണമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്തുള്ള 3-4 വീടുകളായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ഹോംലി ഫുഡ് നമുക്കിവിടെ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടുത്തെ സ്റ്റേ ഒരു വേറിട്ട അനുഭവമായിരിക്കും. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.